ജില്ലാ കളക്ടർ ദൌത്യമേഖലയിലേക്ക് പോവുകയാണ്. വളരെ ശ്രമകരമായ ദൌത്യമാണ് ഇന്നും തുടരുന്നു. ഇന്ന് എന്താണ് പ്രധാനമായും നമ്മുടെ ഒരു ടാർഗറ്റ് എന്താണ്? നമുക്ക് ഇന്ന് 4th ഡേ ഓഫ് റെസ്ക്യൂ ഓപ്പറേഷൻ ആണ്. ദിസ് ഇസ് സാംബ സർ, സ്പെഷ്യൽ ഓഫീസറാണ് റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടത്. സോ നമുക്ക് ഇന്ന് എൻറ്റയർ അഫക്റ്റഡ് ഏരിയ 6 സോണുകളിലാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. സോ 6 സോണുകളിലും നമ്മൾ ഒരു ഡ്രോൺ സർവേ നടത്തിയിട്ടുണ്ട്. 60% നമ്മൾ ഡ്രോൺ സർവേയിലെ ഡേറ്റ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള 40% നമ്മൾ പഴയ ഡേറ്റ എടുത്തിട്ട് ഒരു നല്ല മാപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. സോ ആ മാപ്പിന്റെ കൂടെ GPS കോർഡിനേറ്റ്സും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയുള്ള 6 സോണിലും ഫോഴ്സ് ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. സോ 6 സോണിലെ 1300-ലധികം ഫോഴ്സ് ഉണ്ട്. അതല്ലാതെ ലോക്കൽ വോളണ്ടിയേഴ്സും ഉണ്ട്. സോ മോർ ദാൻ 2000 പീപ്പിൾ ആർ ദയർ ഇൻ ടുഡേസ് ഓപ്പറേഷൻ. അവരെല്ലാവരും അടുത്ത ഈ കോർഡിനേറ്റ്സും മാപ്സും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അവർ ഇന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള എക്വിപ്മെന്റ്സ്, ഹിറ്റാച്ചി എല്ലാം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ആംബുലൻസ് ഒക്കെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുകയാണോ? 25 ആംബുലൻസുകൾ ഈ പാലം ക്രോസ് ചെയ്ത് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അല്ല, 25 ആംബുലൻസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ പാലം മോസ്റ്റ്ലി വി വിൽ ബി റിസ്ട്രിക്ടിങ് ഇറ്റ് ടു റെസ്ക്യൂ ഓപ്പറേഷൻസ് ഓൺലി. പിന്നെ വൺ സൈഡ് മാത്രമേ നമുക്ക് ട്രാഫിക് റെഗുലേഷൻ ഉണ്ടാവും. ഒരുപാട് ഫോഴ്സും പിന്നെ വോളണ്ടിയേഴ്സിന്റെ മൂവ്മെന്റും ഉണ്ടാവും. സോ വിൽ ഹാവ് റിസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് അക്രോസ് ദ ബ്രിഡ്ജ്. ഇപ്പം എവിടേക്കാണ് പോകുന്നത്? ജസ്റ്റ് ഒരു സർവേ ചെയ്യാൻ, അസസ്മെന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. താങ്ക് യു. ജില്ലാ കളക്ടറാണ് സംസാരിച്ചത്. ശ്രീറാം സാംബശിവറാവു IAS. അദ്ദേഹം ഇവിടെ കേന്ദ്രീകരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ കൂടി അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, 2 ജില്ലാ കളക്ടർ പുറമെ 2 IAS ഉദ്യോഗസ്ഥർ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇവിടെ ശ്രീറാം സാംബശിവറാവും അതുപോലെ തന്നെ കൌശിക് IAS 2 ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലകളിലേക്ക് പോവുകയാണ്. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു പ്രവർത്തനമാണ് ഈ മേഖലയിൽ ഇന്ന് നടക്കാൻ പോകുന്നത്. ഭവ്യ.